ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 11-ാം തീയതി ശനിയാഴ്ച ദിവസം 1799 മേടമാസം 28-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 21-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:29 നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകേര നക്ഷത്രം. ശനിയാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം മകേര നക്ഷത്രമാണ്. മകേര നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ 10:47 അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാവിലെ 10:16 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകീര നക്ഷത്രത്തെ ജ്യോതിഷം 2 കൂറുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണ്. അതിൽ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം മകീര നക്ഷത്രത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം, നാളത്തെ സമയം ഞാൻ പറഞ്ഞുതരാം. അതായത് വെള്ളിയാഴ്ച രാവിലെ 10:47 ഈ നക്ഷത്രം ആരംഭിക്കുന്നത്. മകീര നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 10:47 വെള്ളിയാഴ്ച രാത്രി 10:32 വരെ ആദ്യത്തെ 2 പാദ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അടുത്ത 2 പാദ സമയം അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ 10:16 അപ്പോൾ ഇടവക്കൂറിലെ ആദ്യത്തെ 2 പാദ നക്ഷത്രം സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 10:47 മുതൽ വെള്ളിയാഴ്ച രാത്രി 10:32 വരെയാണ്. അപ്പോൾ 10:32 മുതൽ മിഥുനക്കൂറിലെ 2 പാദം മകീര നക്ഷത്രം ആരംഭിക്കുന്നു. മകീര നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ 10:16 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ ഇടവക്കൂറിൽപ്പെട്ട മകീര നക്ഷത്ര ജാതകരെന്നും മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്ര ജാതകരെന്നും ഒക്കെ മനസ്സിലാക്കണം. മകീര നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് മകീര നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ഭൂതം ഭൂമിയാണ്. മൃഗം പാമ്പ ആണ്. പക്ഷി പുള്ളാണ്. ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. ഈ മകീര നക്ഷത്ര ജാതകരുടെ ബാല്യത്തിൽ വേണ്ടത്ര സുഖ സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, എല്ലാ മകീര നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ചൊവ്വാദശാകാലം. ചൊവ്വാദശാകാലം ജ്യോതിഷം 7 വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 7 വർഷം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. 3 വർഷം, 4 വർഷം, 5 വർഷമൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 4 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. ഒരു കുട്ടിക്ക് 4 വർഷം ഉണ്ടെങ്കിൽ 4 വയസ്സ് വരെ ചൊവ്വാദശാകാലമാണ്. ഈ ചൊവ്വാദശാകാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദശാകാലം എന്ന് പറയുന്നത് രാഹു ദശാകാലമാണ്. ഈ രാഹു ദശാകാലം 18 വർഷമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് രാഹു ദശാകാലം തീരുമ്പോൾ 22 വയസ്സാവും. അപ്പോൾ ബാല്യകാലം, വിദ്യാഭ്യാസകാലം ഒക്കെ തീർന്ന് ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടേണ്ട സമയമാണ്. പക്ഷെങ്കിൽ ഈ രാഹു ഒട്ടുമിക്ക മകീര നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ശുഭഫലത്തെ കൊടുക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് എന്താണ്? ഇവരുടെ മൃഗം പാമ്പാണ്, സർപ്പമാണ്. അപ്പോൾ ഈ സർപ്പം അല്ലെങ്കിൽ പാമ്പ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളവർ മാത്രമേ ഈ ബാല്യകാലത്ത് രാഹുവിൻ്റെ ദശാകാലത്തൊക്കെ ഇവർക്ക് ശോഭനമായ ഒരു ജീവിതം വന്നു ചേരുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ജ്യോതിഷം ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട മകീര നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കുട്ടികൾ ഈ പ്രായത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്തിരിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കുവാനുള്ള കഴിവ്, സാമർഥ്യം, ബുദ്ധിസാമർഥ്യം ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, ആ കുട്ടിക്ക് പഠനത്തിൽ താല്പര്യക്കുറവാണ്, മാതാപിതാക്കളുടെ ജീവിതത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്, കുട്ടിക്ക് എങ്ങനെ തുടർച്ചയായിട്ടുള്ള രോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവശത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മുമ്പോട്ട് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ശോഭനമായ ഒരു ജീവിതകാലം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ജ്യോതിഷപരമായിട്ട് പറഞ്ഞു തരികയാണ്. അത് പ്രിയപ്പെട്ടവർ അതിനെ അംഗീകരിച്ച് മനസ്സിലാക്കി അത് ചെയ്യണം.
ഗ്രഹനിലയിൽ രാഹു ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണോ നിൽക്കുന്നതെന്ന് പ്രത്യേകിച്ച് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ നോക്കി പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ജീവിതം വിജയിക്കും. ജ്യോതിഷം പറയുന്നത് മകര നക്ഷത്ര ജാതകർ കാര്യനിർവഹണത്തിൽ സമർത്ഥരാണെന്നാണ് പറയുന്നത്. അധ്വാനശീലരാണെന്ന് പറയുന്നു, മാതൃഭക്തരാണെന്ന് പറയുന്നു, ഈശ്വരവിശ്വാസികളാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇവർക്കൊക്കെ സുഖസൗകര്യങ്ങൾ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ അവർ നിരാശപ്പെട്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകും. അവർ നിരാശയോടുകൂടി ആയിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഈ നിരാശ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ദോഷം വരുന്നൊരു സമയം ഈ രാഹുവിൻ്റെ ദശാകാലം 18 വർഷമാണ്. അപ്പോൾ ഈ രാഹുവിൻ്റെ ദശാകാലത്ത് മറ്റുള്ള ഗ്രഹങ്ങൾ നല്ല ഫലങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ വിശദമായി നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ മകര നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികളുടെ ജീവിതം, ഭാവി ജീവിതം സുരക്ഷിതമാകും, ശോഭനമാകും. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ അതിനെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. മകര നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ വാക്സാമർത്ഥ്യമുള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു, സന്താനഭാഗ്യമുള്ളവരാണെന്ന് പറയുന്നു, മറ്റുള്ളവരെ അനുകരിക്കുവാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നു, എവിടെയും മാന്യത ലഭിക്കുന്നവരും മനഃശാന്തി കുറഞ്ഞവരുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയും മാന്യത ലഭിച്ചാലും അവർക്ക് മനഃശാന്തി കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനഃശാന്തിക്കൊക്കെ ചെയ്യേണ്ട കാര്യം രാഹു കേതു ദോഷ നിവാരണ പൂജയാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ രാഹു കേതു ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും മാതാപിതാക്കളുടെ തൊഴിലിനെയും വരുമാനത്തെയും മാതാപിതാക്കൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിത ബന്ധത്തെയും എല്ലാം അത് കാര്യമായി ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ദോഷത്തിന് പരിഹാരമുണ്ട്. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ മകര നക്ഷത്ര ജാതകർ പുണർദം, ആയില്യം, പൂരം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്ന് ജ്യോതിഷം പറയുന്നു. പുണർദം, ആയില്യം, പൂരം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും മകര നക്ഷത്ര ജാതകർ ഒഴിവാക്കണം. അതുപോലെ തന്നെ മകര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഈ നക്ഷത്ര ദിവസങ്ങളിൽ ഒരു ശുഭകാര്യവും ചെയ്യരുതെന്നും ജ്യോതിഷം വിലക്ക് കൽപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മകര നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ മകര നക്ഷത്രം ശനിയാഴ്ച രാവിലെ 10:16 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രമാണ്. അപ്പോൾ ശനിയാഴ്ച രാവിലെ 10:16 വരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഏതൊക്കെ നക്ഷത്ര ജാതകരാണെന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. മകര നക്ഷത്ര പ്രകാരം അവിട്ടം, ചതയം, രേവതി, ഭരണി, അത്തം, ചിത്തിര, രോഹിണി എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ശനിയാഴ്ച രാവിലെ അവർ ഉണർന്നെഴുന്നേറ്റ് ശനിയാഴ്ച രാവിലെ 10:16 വരെ ഉള്ള സമയത്ത് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ആരുടെ ജീവിതത്തിലാണ്? അവിട്ടം, ചതയം, രേവതി, ഭരണി, അത്തം, ചിത്തിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ശനിയാഴ്ച രാവിലെ 10:16 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചോതി, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാനുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇച്ചിരി കഴിയുമ്പോഴായിരിക്കും കുടുംബത്തിൽ കലഹമുണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിലോ ആരെങ്കിലുമായിട്ട് കുടുംബത്തിൽ തന്നെ ആദ്യം അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുകയാണ്. അതൊരു കലഹത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. അത് പകൽ മുഴുവനായി വേണമെന്നില്ല. അപ്പോൾ ആ പ്രതികൂലം എപ്പം വേണമെങ്കിലും വരാം. ഓരോ സെക്കൻഡിലും പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, പ്രതികൂലമായ അനുഭവങ്ങൾ കടന്നു വരാം. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ചോതി, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ശനിയാഴ്ച രാവിലെ 10:16 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ശനിയാഴ്ച രാവിലെ 10:16 കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രമാണ്. ശനിയാഴ്ച പകൽ മുഴുവൻ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചിത്തിര, ചോതി, മകരം, കാർത്തിക, അശ്വതി, ചതയം, പൂർട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. തിരുവാതിര നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ചിത്തിര, ചോതി, മകരം, കാർത്തിക, അശ്വതി, ചതയം, പൂർട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. ശനിയാഴ്ച രാവിലെ 10:16 കഴിഞ്ഞാൽ പിന്നെ ഈ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ശനിയാഴ്ച രാവിലെ 10:16 കഴിഞ്ഞാൽ പിന്നെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് തിരുവാതിര നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
അനിഴം, തൃക്കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. അതും മനസ്സിലാക്കുക. ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയം ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. പലർക്കും പൊതുവേ ഒരു ധാരണയുണ്ട്, ശനിയാഴ്ച ദിവസം ശുഭദിനമല്ല. ശനി എന്ന് പറയുന്നൊരു പാപഗ്രഹമാണ്. ഇപ്പോൾ ശുഭഗ്രഹമല്ലാത്തതുകൊണ്ട് ശനിയുടെ ദിവസം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിവാഹം ഉൾപ്പെടെയുള്ള പല ശുഭകാര്യങ്ങളും അന്നത്തെ ദിവസം ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസത്തെ ശുഭസമയം ഞാനിവിടെ ലഗ്നം തയ്യാറാക്കിയല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള സമയമാണ് പറയുന്നത്. ലഗ്നപ്രകാരമുള്ള സമയമല്ല. രാവിലെ 7:37 മുതൽ 9:07 വരെയുള്ള സമയം ശുഭമാണ്. അതിനുശേഷം 10:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 5:10 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം, ജീവിത വിജയം നേടാമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 11 അതിനെ ഒറ്റസംഖ്യ ആക്കണം, 2 വരും. അപ്പോൾ ഏതൊരു മാസത്തിൻ്റെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. ഈ 2 വരുന്നവർക്കൊക്കെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിന് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കൂ, പ്രതികൂലങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ, അനുകൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു. പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഒരു കാരണം കൂടിയാണ് ഈ അക്ഷരങ്ങളെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കുക, ജീവിത വിജയം നേടുക, ജ്യോതിഷം നമുക്ക് പറഞ്ഞു തരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സുഖം, സ്വസ്ഥ, സമാധാനം നിലനിൽക്കുവാൻ വേണ്ടി ഒരു അറിവായിട്ടാണ് ഈ ജ്യോതിഷപരമായ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ശാരീരികവും മാനസികവുമായ സുഖക്കുറവിലൂടെ ജീവിതം തള്ളിവിടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു അറിവ് അവർക്കില്ല. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് പോകണം. നമ്മുടെ ഈ പ്രകൃതിയിലേക്ക് നോക്കിയ പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടാണ് പോകുന്നത്. ഒരു ചെടി അതിൻ്റെ ഇലകൾ കൊഴിയുവാൻ, അത് പൂക്കുവാൻ, തളിർക്കുവാൻ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ പ്രകൃതീശ്വരൻ അതിനെ എല്ലാം വളരെ ചിട്ടയോടുകൂടി ക്രമമായിട്ടാണ് അതിനെ എല്ലാം കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ 27 നക്ഷത്ര ജാതകരും അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോയാൽ ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകൾക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ധനസ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായി നല്ല നേട്ടമുള്ള ദിവസമാണ്. ആരെയും ഭയപ്പെടാതെ തൊഴിൽ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ കൂടി ലാഭം കൈവരിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിനെ സംബന്ധിച്ചോളം പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാണെങ്കിലും പിതാവിന് ശത്രുതകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം അതായത് ഒരു അശ്വതി നക്ഷത്ര ജാതകൻ അല്ലെ ഭരണി നക്ഷത്ര ജാതകൻ, അവരുടെ കുടുംബത്തിൽ ഭരണി നക്ഷത്ര ജാതകൻ, ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, ഇങ്ങനെയൊരു കുടുംബത്തിൽ ഈ പിതാവ് അസ്വസ്ഥത കാണിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഈ പിതാവിന് ശത്രുത വന്നു ചേരുന്നത് കൊണ്ടാണ് പിതാവിൻ്റെ സഹോദര സ്ഥാനങ്ങളിലുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരുന്നത് കൊണ്ടാണ് പിതാവ് ഇപ്രകാരമൊക്കെ അസ്വസ്ഥതയും പ്രയാസമൊക്കെ കാണിക്കുന്നത്. അത് വീട്ടിലുള്ളവർ, മറ്റുള്ളവർ മനസ്സിലാക്കണം. സമയദോഷം കൊണ്ടാണ്, അതിനെതിരെ പ്രതികരിക്കരുത്. ചിലരൊക്കെ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തന്നെ അതിനെ പ്രതികരിക്കും. അങ്ങനെയൊന്നും പ്രതികരിക്കരുത്. അത് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇല്ലാതാക്കും. സമയദോഷമാണെന്ന് മനസ്സിലാക്കുക, അതൊക്കെ മാറിക്കോളും.
അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുക, ശത്രുതയെല്ലാം ഇല്ലാതായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിനുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുക, ക്ഷേത്രത്തിൽ പോവുക, ദർശനം നടത്തുക. അപ്പോൾ അതൊക്കെ മാറിക്കോളും, അതിൻ്റെ കാഠിന്യത്തിൽ നിന്നൊക്കെ കുറവ് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽ നാളർക്ക് നാളത്തെ ദിവസം ലാഭകരമായ അനുഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ്, അല്പം ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം സുഖം സ്വസ്ഥത ഏകനന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമാണ്. എങ്കിലും അവർക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അസ്വസ്ഥകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഇപ്പോൾ നാളെ മുതൽ അവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും കാര്യവിജയവും തൊഴിൽ ഗുണവും ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. തീരെ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടി പോകത്തില്ല, എങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ പോകുക. തൊഴിൽപരമായ നേട്ടമാണ് അവർക്ക് നാളത്തെ ദിവസം ഏറെ ഗുണകരമായിട്ടുള്ളത്. തൊഴിൽപരമായ നേട്ടം ഇപ്പോൾ അവർ അനുഭവിക്കുന്നൊരു സമയമാണ്. അവർക്ക് തൊഴിൽ കൂടി പലർക്കും തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകുന്നൊരു സമയമാണ്. നല്ല ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ആരോഗ്യസ്ഥിതി വല്ലതും മോശമാണെങ്കിൽ അത് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ അനുകൂലമായ സമയത്തൊക്കെ നേടേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലർക്കൊക്കെ അല്പം വന്നു ചേരാമെങ്കിലും ഏറെക്കുറെ മെച്ചമായ സമയമാണ്. അപ്പോൾ അവരുടെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് പ്രതികൂലമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതിയൊക്കെ നാളത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം രാത്രി കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അനുകൂലമായ സമയം തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത്, അതായത് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ അവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന 1-2 ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അനഭായോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 12-ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം നിന്നാൽ അനഭായോഗം എന്നാണ് പറയുന്നത്. അപ്രകാരമുള്ള അനുഭവം അവർക്ക് വന്നു ചേരുന്നു. അപ്പോൾ ധനനേട്ടം അവർക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു സമയമാണ്. അതവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതി ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നാളത്തെ ദിവസം അനുകൂലമായി തന്നെ പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ലെന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. മാനസികവും ശാരീരികമായ സ്ഥിതി മോശമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പല കാര്യങ്ങളിലും പരാജയം ഏറ്റുവാങ്ങുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ, ബന്ധുക്കൾക്ക് ദോഷം ചെയ്യുവാൻ അല്ലെങ്കിൽ ബന്ധുക്കൾ ദോഷം ചെയ്യുവാനൊക്കെ സാധ്യതയുണ്ട്. ധനസ്ഥിതി മോശമായിരിക്കും. തൊഴിൽപരമായ പരാജയം സംഭവിക്കാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ സ്ഥിതിയും പ്രതികൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുനർവിവാഹം ആലോചിക്കുന്നവർക്ക് അത് നടക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമല്ല. ചിലർക്ക് മാനസികവും ശാരീരികവുമായ സ്ഥിതിയും അത്ര മെച്ചമായൊരു ദിവസമല്ല. തൊഴിൽപരമായുള്ള നേട്ടമാണ് നാളത്തെ ദിവസത്തെ ആശ്വാസം.
തൊഴിൽപരമായുള്ള നേട്ടവും അതോടൊപ്പമുള്ള ധനവരവും ഒക്കെയാണ് നാളെ പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. നാളത്തെ ദിവസം ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളിൽ പോവുമെങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര തൃപ്തികരമാകത്തില്ല. തൊഴിൽ കൂടി കിട്ടുന്ന വരുമാനം മാത്രമായിരിക്കും ഏക ആശ്രയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെന്ന് പറയാം. നാളത്തെ ദിവസം കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. ശത്രുതയൊന്നും കാര്യമായി വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ള ശത്രുതകൾക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം 2 ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 3 ഗ്രഹങ്ങളാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഒരു പരിധിവരെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്കിലും ദാമ്പത്യ വിജയം പ്രതീക്ഷിക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ പോകും. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി അനുകൂലവുമാണ്. പക്ഷെങ്കിൽ പിതാവിന് ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകൾക്ക് വന്നു ചേരുക എന്നുള്ളത്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താന ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം ഈശ്വരവിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കാതെ വരുന്നതുകൊണ്ട് നിരാശപ്പെട്ട് ഈശ്വരവിശ്വാസത്തിൽ ഇവർക്ക് ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ചിലർക്കൊക്കെ മാനസികമായി വലിയ പ്രതിസന്ധിയിലാണ്. മാനസികമായ രോഗം വരെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏകാന്തത, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളിലും താല്പര്യക്കുറവ്, ഒന്നിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥ, ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്ത അവസ്ഥ, ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ബന്ധുജനങ്ങളുമായിട്ടുള്ള അകൽച്ച. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് തുലാക്കുറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള നേട്ടം കാര്യമായി വന്നു ചേരുന്ന ദിവസവുമല്ല. ഭാഗ്യം കൊണ്ട് അനുകൂലമായെങ്കിൽ മാത്രമേ ഉള്ളൂ. ഭാഗ്യക്കേടുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര തൃപ്തികരമായൊരു ദിവസമല്ല. നാളത്തെ ദിവസം ഇവർക്ക് തൊഴിൽപരമായ നേട്ടമുള്ള ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും മെച്ചമാണ്. ദാമ്പത്യ ജീവിത സുഖമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ കുടുംബത്തിൽ നിലനിൽക്കുന്ന ദോഷം കൊണ്ട് പല കാര്യങ്ങളും ഇവരുടെ അനുഭവത്തിൽ വന്നു ചേരാത്ത ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ മാനസികവും ശാരീരികവുമായ ക്ലേശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇതുവരെ വിശ്വസിച്ചവരെ ഇനി വിശ്വസിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനത്തിൻ്റെ സ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും അനുകൂലമായൊരു ദിവസമാണ്. ധനം, ഗൃഹം, സുഖം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അപ്പോൾ നല്ല ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സഹോദരന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസവുമല്ല. തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്ന ദിവസമാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ തൃപ്തി വന്നു ചേരാത്തത് കൊണ്ട് സുഖസ്വസ്ഥ ദേഹനന്മ തൃപ്തികരമായിരിക്കുകയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. മക്കളുടെ സ്ഥിതി അത്ര അനുകൂലവുമല്ല എന്നുള്ളതാണ് നാളത്തെ ദിവസത്തെ നക്ഷത്രഫലം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖം നാളത്തെ ദിവസം പൂർണ്ണമായും വന്നു ചേരുന്നൊരു ദിവസമല്ല. തൊഴിൽപരമായും അത്ര നേട്ടമുള്ളൊരു ദിവസമല്ല. എങ്കിലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരു ദിവസമാണ്. പല കാര്യങ്ങളിലും ഉത്സാഹം കാണിക്കും. ഏറെക്കുറെ അനുകൂലമായ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
മാതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമല്ല, പിതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടിയല്ല നാളത്തെ ദിവസം കടന്നു പോവുക. അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായി മോശമായി പെരുമാറുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നാളത്തെ ദിവസം നീച സ്വഭാവം ഇവരിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, കലഹത്തിന് സാധ്യതയുണ്ട്, മനോദുഃഖത്തിന് സാധ്യതയുണ്ട്, അന്യജനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്, സഹോദരങ്ങൾ സുഹൃത്തുക്കളുമായി ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഇവർക്ക് അത്ര തൃപ്തികരമായ ദിവസവുമല്ല. പല വിഷയങ്ങളിൽ ഇവർ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനോദുഃഖവും മാനഹാനിയും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷവശങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതി ഒന്നുമില്ലാത്തവർക്ക് നാളത്തെ ദിവസം ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യത കുറവാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. എങ്കിൽ പോലും നാളത്തെ ദിവസം പല വിധത്തിലുള്ള നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. ആപത്ത് വരാം, അനർത്ഥങ്ങൾ വരാം, പ്രവർത്തന മേഖലകളിൽ പരാജയപ്പെടാം, ധനനഷ്ടം, അങ്ങനെ അന്യജനങ്ങളിൽ നിന്നുള്ള ദോഷം, സന്താന ദുഃഖം, സാമ്പത്തിക നഷ്ടം, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നാളത്തെ ദിവസം ഏതൊരു കാര്യത്തിലും ഏർപ്പെടുവാൻ. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. ആപത്ത് അനർത്ഥങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ നാളെ വളരെ കരുതലോടുകൂടി ആയിരിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കാരണം 12-ലെ ശനിയാണ്. 7 ശനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ശനി 12-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ ശനി നിന്നാൽ പല വിധത്തിലുള്ള നഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. സൂക്ഷിക്കണം, നാളത്തെ ദിവസം സൂക്ഷിക്കണം എന്നുള്ളത്. പല കാര്യങ്ങളിലും പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നുള്ളതാണ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രതികൂലങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരുടെ കൂടെ തന്നെ മഹാദേവൻ ഉണ്ടാകട്ടെ, അവരെ കാത്തുകൊള്ളട്ടെ, അവരെ പരിപാലിക്കട്ടെ, മഹാദേവൻ അവർക്ക് തുണയായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാദേവൻ കൈവിടുകയില്ല. അതുകൊണ്ട് മഹാദേവൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവർ വിശ്വസിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.